എപ്പിസോഡ് ഇടുക്കിയിലെ നിലവിളി. ഭാഗം ഇരുളഞ്ഞ മലനിരകൾ. കൊച്ചിയിലെ ഒരു ഇടുങ്ങിയ തെരുവ്. സമയം പുലർച്ചെ 4 മണി. മഞ്ഞ വെളിച്ചം തൂകുന്ന ഒരു തെരുവ് വിളക്കിന് താഴെ പെയിന്റ് അടർന്നു തുടങ്ങിയ ഒരു മഞ്ഞ ടാറ്റ നാനോ പാർക്ക് ചെയ്തിരിക്കുന്നു. സിദ്ധാർത്ഥ് അതിന്റെ ബോണറ്റിൽ തട്ടി മന്ത്രിച്ചു. ലക്ഷ്മി, ഇന്ന് പണി തരരുത്. അവൻ ഉയരമുള്ള, മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ്. കണ്ണുകളിൽ എപ്പോഴും എന്തോ തിരയുന്ന ഒരു ജിജ്ഞാസ. അലസമായി ചീകിയ മുടിയും 3 ദിവസത്തെ താടിയും. മായ തന്റെ ബാഗുമായി പടികൾ ഇറങ്ങി വന്നു. കോട്ടൺ കുർത്തയും ജീൻസും ധരിച്ച അവൾ തന്റെ തോളിലെ ബാഗ് ശരിയാക്കി നാനോയുടെ അടുത്തേക്ക് വന്നു. സിദ്ധു, ഇടുക്കി വരെ പോകാൻ ഇതിൽ പെട്രോളുണ്ടോ? അതോ വഴിയിൽ വെച്ച് നമ്മൾ വണ്ടി തള്ളണോ? 500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് മായേ. ഹൈറേഞ്ച് കയറാൻ ഇത് മതി. ബാക്കി പൈസ നമുക്ക് ഭക്ഷണത്തിന് വേണം. വാലറ്റിൽ ആകെ 1200 രൂപയേ ഉള്ളൂ. സിദ്ധാർത്ഥ് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു. 1200 രൂപ കൊണ്ട് 3 ദിവസം. നീ ഒരു അത്ഭുതം തന്നെ. മായ പിറുപിറുത്തു. നാനോ സ്റ്റാർട്ട് ആയി. ഒരു ചെറിയ കുലുക്കത്തോടെ അവർ കൊച്ചിയുടെ ഉറക്കത്തിലേക്ക് നീങ്ങി. കുത്തനെയുള്ള കയറ്റത്തിലൂടെ ഒരു കളിപ്പാട്ടം പോലെ മഞ്ഞ നാനോ കിതച്ചു കയറുന്നു. എഞ്ചിന്റെ ഇരച്ചിൽ ക്യാബിനുള്ളിൽ വ്യക്തമായി കേൾക്കാം. ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഗണപതി വിഗ്രഹം വണ്ടിയുടെ കുലുക്കത്തിനൊപ്പം ആടുന്നുണ്ട്. പുറത്ത് മരങ്ങൾ തിങ്ങി നിറഞ്ഞ കൊടുമുളകുകൾ. സിദ്ധാർത്ഥ് സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ. ഇടയ്ക്കിടെ അവൻ ബോണറ്റിന്റെ വശങ്ങളിലൂടെ പുക വരുന്നുണ്ടോ എന്ന് ഉത്കണ്ഠയോടെ നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പല്ലു കടിച്ചുകൊണ്ട് പറയുന്നു. മോൾ ഫസ്റ്റ് ഗിയറിൽ മതിയെന്ന് തോന്നുന്നു. ലക്ഷ്മി, ചതിക്കല്ലേ. ഈ ഒരു കയറ്റം കൂടി കടന്നാൽ നമുക്ക് എവിടെയെങ്കിലും നിർത്താം. മായ ജനാലയിലൂടെ പുറത്തെ കൊടുങ്കാട്ടിലേക്ക് നോക്കി പറയുന്നു. നീ ഇതിനെ ഒരു ദിവസം വഴിയിൽ ഉപേക്ഷിക്കും സിദ്ധു. റേഡിയേറ്റർ അടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ആ മണം വരുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നലാമായേ. ഇവൾക്ക് നല്ല മനക്കരുത്താ. നീ അതൊക്കെ വിട്. ആ വർക്കിയുടെ മെയിൽ ഒന്നുകൂടി ഉറക്കെ വായിച്ചേ. നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും ഒരു പ്ലാൻ വേണം. മായ തന്റെ ഫോൺ അൺലോക്ക് ചെയ്ത് ഇമെയിൽ തുറക്കുന്നു. ഇടുക്കി ശാന്തൻപാറ. അയച്ചത് വർക്കി. സംഭവം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. രാത്രി 12 മണി കഴിഞ്ഞാൽ വീടിന്റെ ഓടിന് മുകളിൽ ആരോ ഓടുന്ന ശബ്ദം കേൾക്കാം. വലിയ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന പോലെ. പിന്നെ സിദ്ധാർത്ഥ് ഇടയ്ക്ക് കയറി പറയുന്നു. ഓടിനു മുകളിൽ ഓടുന്നത് മിക്കവാറും മരപ്പട്ടിയായിരിക്കും. ഈ ഹൈറേഞ്ചിൽ അതൊക്കെ സാധാരണയല്ലേ? മായ ഗൗരവത്തിൽ പറയുന്നു. ബാക്കി കേൾക്ക് സിദ്ധു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ അവരുടെ 2 ആടുകളെ കാണാതായി. ഒന്നിനെ തൊഴുത്തിന്റെ കുറച്ചു മാറി ചത്ത നിലയിൽ കണ്ടെത്തി. പോലീസ് വന്നു നോക്കിയിട്ട് വന്യമൃഗമാണെന്ന് പറഞ്ഞെഴുതി തള്ളി. പക്ഷേ വർക്കിയും നാട്ടുകാരും പറയുന്നത് അത് മടക്കി ആണെന്നാണ്. വനദേവത. സിദ്ധാർത്ഥ് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു. വനദേവതയോ? എന്നിട്ട് ആ വനദേവതയ്ക്ക് ആടിനെ ആണോ ഇഷ്ടം? കുറഞ്ഞത് ഒരു കാട്ടുപോത്തിനെയെങ്കിലും പിടിക്കണ്ടേ? മായേ, ഇതൊക്കെ വെറും നാട്ടുസംസാരമാണ്. വല്ല മോഷണ സംഘവുമാകും, അല്ലെങ്കിൽ വിശന്നു വലഞ്ഞ വല്ല കാട്ടുപൂച്ചയും. നീ ഇങ്ങനെ എല്ലായിടത്തും യുക്തി തിരിയല്ലേ സിദ്ധു. നീ ഇത് നോക്ക്. മായ ഫോണിലെ ഒരു ഫോട്ടോ സിദ്ധാർത്ഥിന്റെ കണ്ണിന് നേരെ നീട്ടുന്നു. സിദ്ധാർത്ഥ് വണ്ടി ഒതുക്കി നിർത്തി ഫോൺ കയ്യിലെടുത്തു. ആടിന്റെ കഴുത്ത് മുറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ. മായ പതുങ്ങിയ സ്വരത്തിൽ പറയുന്നു. ശ്രദ്ധിച്ചു നോക്ക്. അതിന്റെ മാംസം ഭക്ഷിച്ചിട്ടില്ല. ഒരു മൃഗമാണെങ്കിൽ അത് ആഹാരമാക്കുമായിരുന്നു. ഇതിപ്പോ ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആഴത്തിൽ മുറിച്ചതുപോലെ. പിന്നെ ആ മുറിവിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ കണ്ടോ? സിദ്ധാർത്ഥ് മിണ്ടാതെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. അവന്റെ മുഖത്തെ പരിഹാസം പതുക്കെ അപ്രത്യക്ഷമായി. അവൻ പുറത്തെ മൂടൽമഞ്ഞിലേക്ക് നോക്കി. മൃഗമല്ല, അത് ഉറപ്പാണ്. പക്ഷേ ആയുധം ഉപയോഗിക്കുന്ന ഒരു പ്രേതത്തെപ്പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമുക്ക് വേഗം അവിടെ എത്തണം. സിദ്ധാർത്ഥ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുത്തു.
നാനോയുടെ എഞ്ചിൻ മുരൾച്ച കാടിന്റെ നിശബ്ദതയിലേക്ക് പടർന്നു. വർക്കിയുടെ വീട്. സമയം വൈകുന്നേരം 6 മണി. ദൃശ്യം: കുന്നിൻ ചെരിവിലൂടെ കിതച്ചു കയറി വന്ന മഞ്ഞ നാനോ വർക്കിയുടെ വീടിനു മുന്നിലെ ചെറിയ മുറ്റത്ത് ബ്രേക്കിട്ടുനിന്നു. ടയറുകൾ ചരലിൽ ഉരസുന്ന ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. കാറിനു ചുറ്റും കനത്ത ഏലത്തോട്ടമാണ്. മൂടൽ മഞ്ഞ് ഒരു പുതപ്പുപോലെ വീടിനെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കാറിൽ നിന്ന് സിദ്ധാർത്ഥും മായയും പുറത്തിറങ്ങി. 50കളിലെത്തിയ വർക്കി ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. വിളറിയ മുഖം, വിറയ്ക്കുന്ന കൈകൾ. അയാൾക്ക് നേരെ സിദ്ധാർത്ഥ് കൈനീട്ടി. വർക്കിയേട്ടൻ അല്ലേ? ഞാൻ സിദ്ധാർത്ഥ്. ഇത് മായ. ഫോണിൽ സംസാരിച്ചിരുന്നു. വർക്കി ഒരു ദീർഘശ്വാസത്തോടെ പറയുന്നു. സാറേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ രാത്രി നിങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെയാണോ തീരുമാനം? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ രാത്രിയും ആ ശബ്ദം കേട്ടു. മനുഷ്യന്റേതല്ല അത്. ഈ ലോകത്തുള്ള ഒന്നിന്റെയും ശബ്ദമല്ല. മായ കാറിൽ നിന്ന് പുറത്തിറങ്ങി തോളിലെ ബാഗ് ശരിയാക്കി ചുറ്റുമുള്ള ഇരുണ്ട കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. എന്തായാലും ഞങ്ങൾ വന്നതല്ലേ വർക്കിയേട്ടാ. ഈ മഞ്ഞും തണുപ്പുമൊക്കെ കാണുമ്പോൾ ആർക്കുമൊരു പേടി തോന്നും. എന്താണെന്നൊന്ന് നോക്കട്ടെ. രാത്രി അധികം പേടിക്കണ്ട, ഞങ്ങൾ കൂടിയുണ്ട്. ഇതൊരു സാധാരണ പേടിയല്ല മോളെ. ആ കാണുന്ന ഏലക്കാടിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മരണത്തിന്റെ മണമാണ്. നിങ്ങൾ ആ നാനോയിൽ വന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തിനാ വെറുതെ ജീവൻ പണയം വെക്കുന്നത്? സിദ്ധാർത്ഥ് വർക്കിയുടെ സംസാരം കേൾക്കാത്ത മട്ടിൽ പതുക്കെ വീടിന്റെ ചുവരുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ വീടിന്റെ പിൻഭാഗത്തെ ഭിത്തിയിൽ കണ്ട ഒരു വലിയ പോറലിന് അടുത്ത് കുനിഞ്ഞു നിന്നു. സിമന്റ് അടർന്നു മാറിയിരിക്കുന്നു. അവൻ വിരലുകൾ കൊണ്ട് ആ പാടുകൾ തടവി നോക്കി. മായേ, ഇങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ ആഴം കണ്ടോ? 3 സമാന്തരമായ വരകൾ. ഒരു വന്യമൃഗത്തിന്റെ നഖമാണെങ്കിൽ ഇതിലും ക്രമം തെറ്റിയേനെ. ഇത് ആരോ കൃത്യമായി അളന്നു കുറിച്ചതുപോലെ ഉണ്ടല്ലോ. മായ അടുത്തേക്ക് വന്ന് ടോർച്ച് വെളിച്ചത്തിൽ നോക്കുന്നു. സിദ്ധു, നീ പറയുന്നത് ഇത് മനുഷ്യൻ ചെയ്തതാണെന്നാണോ? ഇത്രയും ഉയരത്തിൽ, ഇത്രയും ബലത്തിൽ ഭിത്തി മാന്താൻ ഒരു മനുഷ്യന് പറ്റുമോ? പറ്റില്ലെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല മായേ. മനുഷ്യന്റെ ബുദ്ധിയും വെറുപ്പും ചേർന്നാൽ ഇതിലപ്പുറം. സിദ്ധാർത്ഥ് വാചകം പൂർത്തിയാക്കുന്നതിനു മുൻപ് ആ തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീകരമായ നിലവിളി ഉയർന്നു. അങ്ങേയറ്റം ഘോരമായ, ഒരു സ്ത്രീയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ ചെവി തുളയ്ക്കുന്ന വന്യമായ നിലവിളി. സമീപത്തെ മരങ്ങളിൽ നിന്ന് പക്ഷികൾ ഭയന്നുവിറച്ച് കൂട്ടത്തോടെ പറന്നുയർന്നു. മായയുടെ ദേഹം ഒന്ന് വിറച്ചു. അവൾ അറിയാതെ സിദ്ധാർത്ഥിന്റെ കൈയിൽ മുറുകെ പിടിച്ചു. വർക്കി വീടിന്റെ വാതിലിനോട് ചേർന്ന് നിന്ന് കുരിശു വരയ്ക്കാൻ തുടങ്ങി. വർക്കി വിറയലോടെ പറയുന്നു. കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അവൾ ഇറങ്ങിക്കഴിഞ്ഞു. മടക്കി. മായ പതുങ്ങിയ ശബ്ദത്തിൽ പറയുന്നു. സിദ്ധു, അത് കാടിന്റെ ഉള്ളിൽ നിന്നില്ല, നമ്മുടെ തൊട്ടടുത്ത് നിന്നാണ് വന്നത്. സിദ്ധാർത്ഥ് വേഗം തന്റെ ബാഗിൽ നിന്ന് വലിയൊരു ടോർച്ച് എടുത്ത് ഓൺ ചെയ്തു. വെളിച്ചത്തിന്റെ നീളൻ പാത മൂടൽമഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് മുറ്റത്തേക്ക് നീണ്ടു. മുറ്റത്തെ വലിയ കവുങ്ങ് പകുതിയോളം വില്ലുപോലെ മടങ്ങി നിൽക്കുന്നു. അവിടെ. മായേ നോക്ക്. ടോർച്ച് വെളിച്ചം ആ കവുങ്ങിന്റെ മുകളറ്റത്ത് പതിഞ്ഞു. മടങ്ങി നിൽക്കുന്ന ആ കവുങ്ങിന് മുകളിൽ മനുഷ്യന്റെ ആകൃതിയുള്ള ഒരു രൂപം ഇരിക്കുന്നു. കറുത്ത നിഴൽ പോലെ ഒന്ന്. അതിന്റെ കൈകൾക്ക് അസാധാരണമായ നീളമുണ്ട്. കാൽമുട്ടുകൾക്കും താഴെ വരെ അവ തൂങ്ങിക്കിടക്കുന്നു. ടോർച്ച് വെളിച്ചം മുഖത്തേക്ക് വീണതും ആ രൂപം ഒരു വിചിത്രമായ വേഗതയിൽ കവുങ്ങിൽ നിന്ന് താഴേക്ക് ചാടി. ഒരു മനുഷ്യൻ സാധ്യമല്ലാത്ത വേഗതയിൽ അത് ഇരുളഞ്ഞ ഏലക്കാട്ടിലേക്ക് ഓടിമറയുന്നത് അവർ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. സിദ്ധാർത്ഥിന്റെ ടോർച്ച് വെളിച്ചം ആ മഞ്ഞിൽ വെറുതെ തിരഞ്ഞുകൊണ്ടിരുന്നു. വർക്കിയുടെ വീടിന്റെ ഉമ്മറം. സമയം രാത്രി 10 മണി. പുറത്ത് മഞ്ഞ് കട്ടപിടിച്ചു നിൽക്കുന്നു. ഉമ്മറത്തെ ചെറിയ ബൾബിന്റെ വെളിച്ചം ആ മൂടൽ മഞ്ഞിനെ മറികടക്കാൻ പാടുപെടുകയാണ്.
സിദ്ധാർത്ഥും മായയും തണുപ്പിൽ പുതച്ചുകൊണ്ട് ചൂരൽ കസേരകളിൽ ഇരിക്കുന്നു. വർക്കി അവർക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ സ്റ്റൂളിൽ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ആവി പറക്കുന്ന കട്ടൻ ചായ ഗ്ലാസുകൾ. തണുത്ത കാറ്റ് വീശുമ്പോഴെല്ലാം അടുത്തുള്ള ഏലച്ചെടികൾ ഉരസുന്ന ശബ്ദം കേൾക്കാം. സിദ്ധാർത്ഥ ചായ ഊതിക്കുടിച്ചുകൊണ്ട് പറയുന്നു. വർക്കിയേട്ടാ, ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഈ തോട്ടം വാങ്ങാൻ താൽപ്പര്യപ്പെട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിരുന്നോ? ഇതിന്റെ ലൊക്കേഷൻ വെച്ച് നോക്കിയാൽ വല്ല റിസോർട്ടുകാർക്കും കണ്ണുണ്ടാകുമല്ലോ. ഉണ്ട് സാറേ, ആ താഴെ കാണുന്ന എസ്റ്റേറ്റിന്റെ ഉടമ മത്തായി മുതലാളിക്ക് ഈ പറമ്പിനോട് പണ്ടേ ഒരു കണ്ണുണ്ട്. എന്റെ അതിരിലെ കുറച്ചു സ്ഥലം പുള്ളിയുടേതാണ്. ഇത് കൂടി കിട്ടിയാൽ പുള്ളിക്കൊരു ടൂറിസം പ്രോജക്റ്റ് തുടങ്ങാം. പക്ഷേ മായ ജിജ്ഞാസയോടെ പറയുന്നു. പക്ഷെ എന്ത് വർക്കിയേട്ടാ, അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ടോ? വർക്കി ഒരു കൈ വീശിക്കൊണ്ട് പറയുന്നു. ഹേയ്, അതിനൊന്നും പുള്ളിക്കാവില്ല മോളെ. പാവം മനുഷ്യനാ. കഴിഞ്ഞ 5 വർഷമായി പുള്ളിക്ക് നടക്കാൻ വയ്യ. ചക്രക്കസേരയിലാണ് പുള്ളിയുടെ നടപ്പ്. ആ നിലയ്ക്ക് പുള്ളി എങ്ങനെയാ ഇത്രയും ദൂരം വന്ന് എന്നെ പേടിപ്പിക്കുന്നത്? പുള്ളിക്കാരൻ ഇപ്പോൾ പള്ളിയിലും വീട്ടിലുമായി ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. സിദ്ധാർത്ഥ ഒന്നും മിണ്ടാതെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അവൻ മായയെ ഒന്ന് കണ്ണു കാണിച്ചു. മായ പതുക്കെ എഴുന്നേറ്റ് തന്റെ ബാഗിൽ നിന്ന് ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ട്രൈപോഡും എടുത്തു. അവൾ മുറ്റത്തിന്റെ ഒരു കോണിൽ കാട് വ്യക്തമായി കാണാവുന്ന രീതിയിൽ അത് സ്ഥാപിക്കാൻ തുടങ്ങി. മത്തായിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അയാൾക്ക് പിന്നിൽ ഇതിന് ആളെ നിർത്താൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കാലത്ത് ഭയമാണ് ഏറ്റവും വലിയ ആയുധം. മായ ക്യാമറയുടെ ലെൻസ് ക്രമീകരിച്ചുകൊണ്ട് പറയുന്നു. സിദ്ധു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ നേരത്തെ കേട്ട ആ നിലവിളി. നീ അതൊന്ന് റീവൈൻഡ് ചെയ്തു നോക്കിയേ. സിദ്ധാർത്ഥ് തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചെറിയ ഡിജിറ്റൽ റെക്കോർഡർ എടുത്ത് അതിലെ സൗണ്ട് വേവ്സ് പരിശോധിച്ചു. ആദ്യത്തെ തവണ കേട്ടപ്പോഴും രണ്ടാമത് കേട്ടപ്പോഴും ആ ശബ്ദത്തിന്റെ ആവൃത്തിയിൽ ഫ്രീക്വൻസി ഒരു മാറ്റവുമില്ല. ഓരോ തവണ നിലവിളി കേൾക്കുമ്പോഴും അതിന് ഒരേ പിച്ചാണ്, പിച്ച്. സാധാരണ ഒരു മനുഷ്യനായാലും മൃഗമായാലും ഓരോ തവണ ശബ്ദമുണ്ടാക്കുമ്പോഴും അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഇതിൽ അതില്ല. ആരോ റെക്കോർഡ് ചെയ്ത ശബ്ദം ഒരു ലൂപ്പിൽ ഇട്ട് പ്ലേ ചെയ്യുന്നത് പോലെ. സിദ്ധാർത്ഥ് റെക്കോർഡറിലെ ഗ്രാഫിലേക്ക് നോക്കി പറയുന്നു. നീ പറഞ്ഞത് ശരിയാണ് മായേ. ഇത് ഡിജിറ്റൽ സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൗങ്ങിനു മുകളിൽ കണ്ട ആ രൂപം. അതൊരുപക്ഷെ ഈ ശബ്ദത്തിന് ഒരു വിശ്വസനീയത നൽകാൻ വേണ്ടി ആരെങ്കിലും കെട്ടിയ വേഷമാകാം. പക്ഷേ ആ സ്പീക്കറുകൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതാണിനി കണ്ടുപിടിക്കേണ്ടത്. വർക്കി പേടിയോടെ പറയുന്നു. സാറന്മാർ ഇതൊക്കെ എന്ത് ശാസ്ത്രം പറഞ്ഞാലും ആ കണ്ട രൂപം അത് മനുഷ്യന്റേതല്ല, അതിന്റെ കൈകൾ. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് തന്റെ ടോർച്ച് എടുത്ത് ക്യാമറയുടെ റെക്കോർഡിംഗ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തി. ഇരുട്ടിലേക്ക് നോക്കി അവൻ പതുക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം വർക്കിയേട്ടാ. ഈ സ്പീക്കർ പ്രേതത്തെ ഇന്ന് നമുക്ക് പൊക്കണം.